എന്ത് വിശേഷം, എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? ഇന്ന് നമ്മുടെ ഓണത്തിൻ്റെ തലേ ദിവസമാണ്, അതായത് ഉത്രാടം ഡേ ആണ്. അന്നാണ് എനിക്ക് ഓഫീസിൽ ഓണം സെലിബ്രേഷൻ ഉള്ളത്. ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഓണത്തിൻ്റെ തലേന്നുണ്ടായ കാര്യങ്ങൾ. ഇവിടെ ഓഫീസിൽ ചെറിയൊരു ഓണം സെലിബ്രേഷനും പിന്നെ എല്ലാവരും ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നു. പിന്നെ കസ്റ്റമേഴ്സൊക്കെ ഒന്നും രണ്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സെലിബ്രേഷനൊന്നും നമുക്കില്ല. പിന്നെ കഴിഞ്ഞ പോലെ ഉണ്ടായ ഏച്ചിമാരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പോലെ ഉണ്ടായ അവരൊന്നും ഇപ്പോൾ ഇല്ല. ശീതൾ, ശ്രേയ, സവിതേച്ചി, അപ്പോൾ അവരെല്ലാം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഗൈസ് സാരി കൊടുക്കലാണ്. ഗൈസ് സാരി കൊടുക്കാൻ എനിക്ക് അറിയേയില്ല. അപ്പുറത്തെ വീട്ടിലെ കുട്ടി ഉള്ളത് കൊണ്ട് അവളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നന്നായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റി. പിന്നെ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നു. എനിക്കാണെങ്കിൽ സദ്യ കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇവിടെ എപ്പോഴും ബിരിയാണിയൊക്കെ ഉണ്ടാവല്, അതുകൊണ്ട് സദ്യ ഒന്നും കഴിക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് നമ്മളെ വീട്ടിൽ സദ്യ കഴിക്കാമല്ലോ ഓണത്തിന്, അപ്പം വലിയ പ്രശ്നമില്ല. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ വിചാരിച്ചു ഓണമൊക്കെ അല്ലേ, നമുക്ക് സ്റ്റേഡിയമൊക്കെ ഒന്ന് ഫുൾ കറങ്ങിയിട്ട് പോവാന്ന്. കാരണം ഈ ഓണത്തിന് ഭയങ്കര തിരക്കും ഒരുപാട് കച്ചവടക്കാരും അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട് ഒരു നല്ല വൈബായിരിക്കും. അതുകൊണ്ട് നമ്മൾ കറങ്ങാൻ ഇറങ്ങി. എന്നിട്ട് മെല്ലെ അങ്ങ് വീട്ടിൽ പോവാം. പിന്നെ തൊട്ടപ്പുറത്ത് ഫെയർ ഉണ്ട് ഗൈസ്, പക്ഷെ അവിടെ കാല് കുത്താൻ സ്ഥലമില്ല. ഫുൾ പാർക്കിങ്ങൊക്കെ ഫുള്ളാണ്. അപ്പം ഫെയറിന് പിന്നെ ഒരു ദിവസം പോകണമെന്നുണ്ട്, നോക്കാം. ഫെയറിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തെ മലബാർ മേളയിലും ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് കറങ്ങി അടിക്കാൻ വിചാരിച്ചു. വിസ്മയത്തിന്റെ മായിക ലോകം തീർക്കുന്ന ഭാവം. പിന്നെ പറക്കുന്ന വിമാനം കണ്ടു ഗൈസ്. അപ്പോൾ പറക്കുന്ന വിമാനം കണ്ടിട്ട് അതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, ഒന്ന് വാങ്ങിച്ചു. പക്ഷെ വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോൾ പറക്കുന്നില്ല. എന്ത് ചെയ്യാനാ, പറക്കുന്നേ ഇല്ല. പിന്നെ ഈ ഒരു 10 ദിവസമുണ്ടെങ്കിൽ ഓണത്തിന് തലേന്നായിരിക്കും നല്ല തിരക്കുണ്ടാവുക. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റേഡിയവും കുറച്ചധികം സമയം കറങ്ങി. പിന്നെ ടയേർഡായപ്പോൾ ബസ് കയറിയിട്ട് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഓണവിശേഷം. പിന്നെ എൻ്റെ പുതിയൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം. അതുവരെ ബായ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഓക്കെ, ബായ്.